ചിത്രത്തിൻ്റെ തുടക്കത്തിൽ പിഞ്ചുകുട്ടികളെ അതിക്രൂരമായ ആചാരങ്ങൾക്ക് വിധേയമാക്കുന്ന അത്യന്തം ഭീതിജനകമായ രംഗങ്ങളാണ് കാണിക്കുന്നത്. ഒരു റഷ്യൻ സ്ത്രീ ഈ ക്രൂരതകളെല്ലാം ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. ആചാരങ്ങൾക്കിടയിൽ ചില പെൺകുട്ടികൾ പിശാചിനെ പോലെ പെരുമാറാൻ തുടങ്ങിയിരുന്നു. ശേഷം കാണിക്കുന്നത് പൈപ്പർ എന്ന പെൺകുട്ടിയെയാണ്. ജന്മനാ കാഴ്ചശക്തിയില്ലാത്ത പൈപ്പർ മറ്റുള്ളവരോടൊപ്പം ഇടപഴകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളുടെ വൈകല്യം കാരണം കുട്ടികളെല്ലാം അവളെ അകറ്റി നിർത്തുകയാണ്. ആ സമയത്താണ് പൈപ്പർ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന അവളുടെ സ്റ്റെപ്പ് ബ്രദർ ആൻഡി അവിടെ എത്തി അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. വീട്ടിലേക്കെത്തിയവർ ഏറെ നേരമായിട്ടും ബാത്റൂമിലേക്ക് കയറിയിരുന്ന അച്ഛൻ പുറത്തു വന്നിട്ടില്ലെന്ന് മനസ്സിലാക്കി. പരിഭ്രാന്തരായ അവർ ഒരു കത്തി ഉപയോഗിച്ച് വാതിൽ തുറന്ന് അകത്തു കയറി. എന്നാൽ അവിടെ കണ്ട കാഴ്ച അവരെ തകർത്ത് കളഞ്ഞു. ചർദലിൽ കുളിച്ച് തറയിൽ കിടക്കുന്ന അച്ഛൻ്റെ ചേതനയേറ്റ ശരീരമായിരുന്നു അവർക്ക് കാണാനായി സാധിച്ചത്. അമിതമായ അളവിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതായിരുന്നു മരണകാരണം. അച്ഛൻ്റെ മരണമറിഞ്ഞ പൈപ്പർ അലറിക്കരഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചൈൽഡ് കെയർ ഓഫീസറായ വെൻഡി പൈപ്പറെ നോക്കാൻ തയ്യാറായ ലോറ എന്നൊരു സ്ത്രീയെക്കുറിച്ച് അവരോട് പറഞ്ഞു. എന്നാൽ തൻ്റെ അനിയത്തിയെ ആർക്കും വിട്ടു നൽകാൻ ആൻറ്റി തയ്യാറല്ലായിരുന്നു. 3 മാസത്തിനുള്ളിൽ തനിക്ക് 18 വയസ്സ് തികയുമെന്നും അതിനുശേഷം അവളുടെ പൂർണ്ണ സംരക്ഷണം താൻ ഏറ്റെടുത്തു കൊള്ളാമെന്നും ആൻറ്റി ഉറപ്പു നൽകി. ആൻറ്റിയുടെ മുൻകാലത്തെ മോശം പെരുമാറ്റം കാരണം വെൻഡിക്ക് ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ലോറയുമായി സംസാരിക്കാൻ അവൾ സമ്മതിച്ചു. അടുത്ത ദിവസം അവർ തങ്ങളുടെ പുതിയ വീട്ടിലേക്ക് യാത്ര തിരിച്ചു, അതായത് ലോറയുടെ വീട്ടിലേക്ക്. മനോഹരമായ ആ വീട്ടിൽ വെച്ച് അവർ ലോറയെ കണ്ടുമുട്ടി. ചിരിച്ച മുഖത്തോടെ പൈപ്പറെ സ്വീകരിച്ച ലോറ പക്ഷേ ആൻറ്റിയോട് അത്ര താല്പര്യം കാണിച്ചിരുന്നില്ല. വീട്ടിൽ കാഴ്ചയില്ലാത്തവർക്ക് നടക്കാൻ പാകത്തിലുള്ള പ്രത്യേക കാർപ്പറ്റുകൾ കണ്ട ആൻറ്റി അത് പൈപ്പർക്ക് വേണ്ടിയാണോ എന്ന് ചോദിച്ചു. എന്നാൽ അത് തൻ്റെ മരണപ്പെട്ടു പോയ അന്ധയായ മകൾ കാത്തയ്ക്ക് വേണ്ടി ഒരുക്കിയതായിരുന്നുവെന്ന് ലോറ മറുപടി നൽകി. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ പുറത്തെ പൂളിൽ ഒരു ആൺകുട്ടി പൂച്ചയെ വല്ലാതെ മുറുക്കി പിടിച്ചിരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ലോറ ഓടിച്ചെന്ന് അവനെ തടഞ്ഞു. അവൻ്റെ മുഖം കണ്ട ആൻറ്റി അവൻ്റെ കണ്ണിന് താഴെയായുള്ള വിചിത്രമായ അടയാളം ശ്രദ്ധിച്ചിരുന്നു. ഒലിവർ എന്നാണ് അവൻ്റെ പേരെന്നും മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അവനെ താൻ ദത്തെടുത്തതാണെന്നും ലോറ അവരോട് പറഞ്ഞു. കാത്തയുടെ മരണശേഷം അവൻ സംസാരിക്കാറില്ലെന്നും എന്നെങ്കിലും അവൻ മിണ്ടുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായും ലോറ കൂട്ടിച്ചേർത്തു. അന്ന് രാത്രി പൈപ്പർക്ക് കാത്തയുടെ മുറി നൽകിയപ്പോൾ ആൻറ്റിക്ക് ലഭിച്ചത് വളരെ ചെറിയൊരു ഇടമായിരുന്നു. എങ്കിലും അവനത് സ്വീകരിച്ചു. വീട്ടിലെ വിചിത്രമായ കാര്യങ്ങളെക്കുറിച്ച് ആൻറ്റി തൻ്റെ സുഹൃത്തിനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലോറ അവിടേക്ക് കടന്നു വരുന്നത്. ആൻറ്റി പൈപ്പറോടായി സംസാരിക്കാൻ തിരിഞ്ഞ നേരം ലോറ അവൻ്റെ ഫോണിലെ മെസ്സേജുകൾ വായിക്കുന്നത് കണ്ട് അവൻ ഞെട്ടിപ്പോയി. പോകുന്നതിന് മുൻപ് ഒലിവർ ശരിക്കും ഒരു വട്ടനാണോ എന്ന് ലോറ ചോദിച്ചത് ആൻറ്റിയെ സ്പത്തനാക്കി. എല്ലാവരും ഉറങ്ങിയ ശേഷം ലോറ പൈപ്പറുടെ വാതിൽക്കലിൽ നിന്ന് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. കാലാവസ്ഥാ വിവരങ്ങൾ ഇടയ്ക്കിടെ പരിശോധിച്ചിരുന്ന ലോറ ലിവിംഗ് റൂമിലെത്തി ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കണ്ട അതേ ഭയാനകമായ ആചാരങ്ങളുടെ വീഡിയോകൾ കാണാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ ആൻറ്റി ഉണരുമ്പോൾ അവൻ്റെ വസ്ത്രം നനഞ്ഞിരിക്കുന്നത് കണ്ട് അവൻ ലജ്ജിച്ചുപോയി. വേഗം ഡ്രസ്സ് മാറി കുളിക്കാൻ പോയ അവനെ അച്ഛൻ്റെ മരണത്തിൻ്റെ ഓർമ്മകൾ വേട്ടയാടിക്കൊണ്ടിരുന്നു. പിന്നീട് അവർ അച്ഛൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് ശേഷം ആരും കാണാതെ ലോറ ആ മൃതദേഹത്തിൽ നിന്നും കുറച്ച് മുടി മുറിച്ചെടുത്തിരുന്നു. പുറത്തിറങ്ങിയവൾ ആൻറ്റിയോടായി അച്ഛനോട് അവസാനമായി യാത്ര പറയാനായി നിർബന്ധിച്ചു. താല്പര്യമില്ലാതിരുന്നിട്ടും അവളുടെ നിർബന്ധത്തിന് വഴങ്ങി ആൻറ്റി അച്ഛൻ്റെ കവിളിൽ ചുംബിച്ചു. എന്നാൽ ചുണ്ടിൽ തന്നെ ചുംബിക്കണമെന്ന് ലോറ ശാഠ്യം പിടിച്ചപ്പോൾ ആൻറ്റി വല്ലാതെ അസ്വസ്ഥനായി. ഒടുവിൽ ലോറ ശവത്തിൽ ചുംബിക്കുന്നത് കണ്ട് ആൻറ്റി ഭീതിയോടെ നോക്കി നിന്നു. മടക്കയാത്രയിൽ അവരേവരും അതീവ ദുഃഖിതരായിരുന്നു. ഇത് കണ്ട് ലോറ ഒരു പാർട്ടിയെക്കുറിച്ച് അവരോട് സംസാരിച്ചു. തനിക്ക് മദ്യപിക്കണമെന്ന ആൻറ്റിയുടെ ആവശ്യം അവൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. വീട്ടിലേക്കെത്തിയ അവർ മദ്യപിക്കാനും നൃത്തം ചെയ്യാനും തുടങ്ങി. ലഹരി മൂത്ത ആൻറ്റി തൻ്റെ അച്ഛൻ തന്നെ ക്രൂരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും എന്നാൽ പൈപ്പറെ അദ്ദേഹം ഒരുപാട് സ്നേഹിച്ചിരുന്നുവെന്നും വെളിപ്പെടുത്തി. ആൻറ്റിയും പൈപ്പറും ഉറങ്ങിയ ശേഷം ലോറ തൻ്റെ ക്രൂരതകൾ പുറത്തെടുക്കുകയാണ്. അവൾ ആൻറ്റിയുടെ പ്രോട്ടീൻ ഷേക്കിൽ എന്തോ കലർത്തുകയും
അവൻ ഉറക്കത്തിൽ മൂത്രമൊഴിച്ചു എന്ന് വരുത്തി തീർക്കാൻ അവൻ്റെ വസ്ത്രത്തിൽ തൻ്റെ മൂത്രം ഒഴിക്കുകയും ചെയ്തു. കൂടാതെ അവൻ്റെ ഫോണിൽ നിന്നും ഒലിവറുടെ ചിത്രങ്ങൾ അവൾ ഡിലീറ്റ് ചെയ്തു. ശേഷം ഒലിവറെ വൃത്തിയാക്കുന്നതിനിടയിൽ അല്പം കൂടി കാത്തിരിക്കാനായി അവൾ അവനോട് പറഞ്ഞു. ഈ ഒരു സമയത്ത് അവിടുത്തെ പൈപ്പിലൂടെ തിളച്ച വെള്ളം വരാൻ തുടങ്ങിയിരുന്നു. അടുത്ത ദിവസം രാവിലെ വായിൽ പതയുമായി ഉണർന്ന ആൻറ്റിക്ക് വീണ്ടും ഡ്രസ്സ് നനഞ്ഞതിൽ വലിയ നാണക്കേട് തോന്നി. ആൻറ്റി ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്നുണ്ടെന്ന് പൈപ്പറെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ലോറ അവൻ്റെ പാൻറ്റിൽ സ്ഥിരമായി മൂത്രമൊഴിച്ചിരുന്നത്. ലോറ പൈപ്പറോടായി ആൻറ്റിക്ക് മാനസികമായി എന്തോ പ്രശ്നമുണ്ടെന്നും അവൻ അക്രമാസക്തനാവുന്നുണ്ടെന്നും കള്ളം പറഞ്ഞു. ആ ദിവസങ്ങളിൽ ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് ആൻറ്റിക്ക് മരിച്ചുപോയ തൻ്റെ പിതാവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നിരുന്നു. തുടർന്ന് ബാത്റൂമിൽ കയറാൻ പേടിച്ച ആൻറ്റി മുറ്റത്തെ പൈപ്പിൽ നിന്നും കുളിക്കാൻ തീരുമാനിച്ചു. അവിടെ വെച്ച് അവൻ കണ്ടത് ഒലിവർ ഒരു പ്രാണിയെ തിന്നുന്നതാണ്. ഒലിവറെ കാണാൻ പോയ ആൻറ്റി അവനെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കി. ഒരു കത്തി ഉപയോഗിച്ച് വാതിൽ തുറന്ന് ഒലിവർ അവന് പഴങ്ങൾ നൽകാനായി ശ്രമിച്ചു. എന്നാൽ അപ്രതീക്ഷിതമായി ഒലിവർ ആ കത്തി കടിച്ചു തിന്നാൻ തുടങ്ങിയത് ആൻറ്റിയെ ഭയപ്പെടുത്തി. രക്തമൊലിക്കുന്ന ഒലിവറെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആൻറ്റി ശ്രമിച്ചെങ്കിലും നിലത്തെ വെളുത്ത വൃത്തത്തിന് പുറത്തേക്ക് പോകാൻ അവൻ തയ്യാറായില്ല. ബലം പ്രയോഗിച്ചവനെ വൃത്തത്തിന് പുറത്തേക്ക് ഇറക്കിയപ്പോൾ ഒലിവർ നിലത്ത് വീണ് അലറിക്കരയാനും വിറയ്ക്കാനും തുടങ്ങി. ഈ കാഴ്ച കണ്ട് ആൻറ്റി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഈ ഒരു സമയത്താണ് ആൻറ്റി ആ ഒരു കുട്ടിയുടെ വയറിൽ വിചിത്രമായൊരു മുദ്രയുള്ള കാര്യം ശ്രദ്ധിക്കുന്നത്. അതുവരെ മിണ്ടാതിരുന്നിരുന്ന ഒലിവർ ആ നിമിഷം തൻ്റെ ആദ്യ വാക്കുകൾ ഉച്ചരിച്ചു, എന്നെ സഹായിക്കൂ. ഈ ഒരു സമയത്താണ് പൈപ്പറുമായി പുറത്തു പോയിരുന്ന ലോറ തിരിച്ചെത്തുന്നത്. ഒലിവറെ പുറത്താക്കിയതിനെ ആൻറ്റിക്ക് നേരെ അവൾ ആക്രോശിച്ചു. അവരോടുടൻ അകത്തേക്ക് പോകാനായി ആജ്ഞാപിച്ച ലോറ പരിഭ്രാന്തിയോടെ ഒലിവറെ തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു നിമിഷം സാധാരണ നിലയിലായപ്പോൾ അവൾ പിശാചിനെ ആവാഹിക്കുന്ന ആചാരങ്ങളുടെ വീഡിയോകൾ വീണ്ടും കാണാൻ തുടങ്ങി. അവൻ്റെ നെറ്റിയിൽ പതുക്കെ തടവുകയും താൻ മോഷ്ടിച്ച ആൻറ്റിയുടെ അച്ഛൻ്റെ മുടി അവനെ കൊണ്ട് കഴിപ്പിച്ചു. അവൾ അവനെ ശാന്തനാക്കി. ഇതിനിടയിൽ മനസ്സൊന്ന് തണുപ്പിക്കാൻ ബാത്റൂമിൽ കുളിക്കാൻ പോയ ആൻറ്റിക്ക് തൻ്റെ മരിച്ച അച്ഛൻ അവിടെ നിൽക്കുന്നതായി തോന്നുകയാണ്. അവൾ മഴയത്ത് മരിക്കും എന്നയാൾ പറയുന്നത് കൂടി കേട്ടതോടെ ആൻറ്റി ഭയന്ന് തെന്നിവിടുകയും ബോധരഹിതനാവുകയും ചെയ്തു. പിന്നീട് ആശുപത്രിയിൽ ഉണർന്ന ആൻറ്റി അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഡോക്ടർമാർ അവനെ തടഞ്ഞു. ഇതേസമയം വീട്ടിൽ കനത്ത മഴ പെയ്യുകയായിരുന്നു. തനിച്ചായി പോയ പൈപ്പർ ലോറയുടെ മുറിയിലേക്കെത്തി. അവർ രണ്ടുപേരും ചേർന്ന് മരിച്ചുപോയ കാത്തിയുടെ പഴയ വീഡിയോകൾ കണ്ട് സമയം ചെലവഴിച്ചു. ആശുപത്രിയിൽ ആൻറ്റിയെ കാണാനെത്തിയ ലോറ കുളിമുറിയിലെ വീഴ്ചയിൽ അവൻ്റെ തലയ്ക്ക് പരിക്കേറ്റതായി അവനെ അറിയിച്ചു. പൈപ്പറെ മഴയത്ത് വിടരുതെന്ന് ആൻറ്റി അവളോട് അപേക്ഷിച്ചു. കാരണം ചോദിച്ചപ്പോൾ ബാത്റൂമിൽ വെച്ച് തൻ്റെ അച്ഛൻ നൽകിയ മുന്നറിയിപ്പിനെക്കുറിച്ച് അവൻ അവളോട് പറഞ്ഞു. അത് ആൻറ്റിയുടെ തോന്നലാണെന്ന് പറഞ്ഞ് ലോറ അവനെ ആശ്വസിപ്പിച്ചെങ്കിലും വീട്ടിലെത്തിയ ഉടൻ അവൾ ചെയ്തത് പൈപ്പറേയും കൂട്ടി മഴയത്ത് കളിക്കാനിറങ്ങുക എന്നതായിരുന്നു. മരിച്ചുപോയ മകളോടൊപ്പം കളിക്കുന്നത് പോലെ ലോറ പൈപ്പറോടൊപ്പം ആ ഒരു മഴ ആസ്വദിച്ചു. കുറച്ച് സമയത്തിന് ശേഷം പൈപ്പറെ വീടിനടുത്തുള്ള ഒരു ഷെഡിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ലോറ അവളെ കാത്തിയുടെ പഴയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. എന്നും അവിടെ തൻ്റെ കൂടെ താമസിക്കാമോ എന്ന് ലോറ പൈപ്പറോട് ചോദിച്ചു. ആൻറ്റിക്ക് 18 വയസ്സായാൽ തങ്ങൾ പോകുമെന്ന് പൈപ്പർ മറുപടി നൽകി. ഇത് കേട്ട് ലോറയുടെ മുഖം ഒരു നിമിഷം ഇരുണ്ടെങ്കിലും അവൾ പൈപ്പറെ അടുത്തുള്ള ഒരു ഡീപ്പ് ഫ്രീസറിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിനുള്ളിൽ മരവിച്ച നിലയിൽ ഒരു മൃതശരീരമുണ്ടായിരുന്നു. ആ മൃതദേഹത്തിൽ അവൾ പൈപ്പറെ കൊണ്ട് തടവിപ്പിച്ചു. അത് മരിച്ചുപോയ ലോറയുടെ മകൾ കാത്തിയുടെ മൃതശരീരമായിരുന്നു. അടുത്ത ദിവസം വീട്ടിലേക്ക് തിരിച്ചെത്തിയ ആൻറ്റി അവിടെ നടന്നിരുന്ന കാര്യങ്ങളിൽ അസ്വസ്ഥനായിരുന്നു. ലോറയാകട്ടെ തൻ്റെ മുറിയിൽ ഒലിവറേയും ഇരുത്തി ആ ദുരാചാരങ്ങളുടെ വീഡിയോ കാണുകയായിരുന്നു. ഒരു മൃതദേഹത്തെ പുനർജീവിപ്പിക്കാൻ 3 ഘട്ടങ്ങളുണ്ടെന്ന് ആ വീഡിയോ വിവരിക്കുന്നു. പഴയ ശരീരം ഭക്ഷിക്കുക, മരണം പുനരാവിഷ്കരിക്കുക, ആത്മാവിനെ പുതിയ ശരീരത്തിലേക്ക് മാറ്റുക. പൈപ്പറെ ഉപയോഗിച്ച് തൻ്റെ മകളെ തിരിച്ചു കൊണ്ടുവരാനാണ് ലോറ ശ്രമിക്കുന്നതെന്ന് ഈ ഒരു സമയത്ത് വ്യക്തമാവുകയാണ്. അന്ന് രാത്രി ആൻറ്റിയുടെ പെർഫ്യൂം പൂശിയ ലോറ ഉറങ്ങിക്കിടക്കുന്ന പൈപ്പറുടെ മുറിയിലേക്കെത്തി. ശേഷം അവൾ പൈപ്പറുടെ മുഖത്ത് ആഞ്ഞടിച്ചു. പിറ്റേന്ന് രാവിലെ ആൻറ്റി പൈപ്പറെ ഉപദ്രവിച്ചുവെന്ന് ലോറ ആരോപിച്ചു.
പൈപ്പർ ആൻറ്റിയുടെ മണം കിട്ടിയെന്ന് പറഞ്ഞതോടെ ആൻറ്റി പ്രതിക്കൂട്ടിലായി. ഈ ഒരു സമയത്ത് ഒലിവർ മഴയത്ത് നിൽക്കുന്നത് കണ്ട് ആൻറ്റി അവൻ്റെ വീഡിയോ എടുക്കാനായി ശ്രമിക്കുകയാണ്. ലോറ ഇത് കണ്ട് അവൻ്റെ ഫോൺ തല്ലി തകർത്തു. ദേഷ്യം വന്ന ആൻറ്റി അവളെ ചുമരോട് ചേർത്ത് നിർത്തി അടിക്കാനൊരുങ്ങിയെങ്കിലും പൈപ്പർ ലോറയെ അനുകൂലിച്ച് സംസാരിച്ചത് അവനെ തകർത്ത് കളഞ്ഞു. ലോറ തൻ്റെ അനിയത്തിയെ ബ്രെയിൻ വാഷ് ചെയ്തെന്ന് അവൻ മനസ്സിലാക്കി. അതോടെ ആൻറ്റി സഹായത്തിനായി ചൈൽഡ് കെയർ ഓഫീസിലേക്ക് ഓടി. അവിടെ വെച്ച് ഒലിവറെ പോലെ ഇരിക്കുന്ന ഒരു ആൺകുട്ടിയുടെ തിരോധാന വാർത്ത അവൻ കണ്ടു. അതേസമയം പൈപ്പറെ ഒരു ഗെയിം സെൻറ്ററിലാക്കിയ ശേഷം ലോറ തൻ്റെ പൈശാചികമായ കർമ്മങ്ങൾ തുടങ്ങാനായി വീട്ടിലെത്തിയിരുന്നു. ആൻറ്റി വെൻഡിയോടായി ലോറ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണെന്നും അവിടെ എന്തോ വലിയ ക്രൂരത നടക്കുന്നുണ്ടെന്നും പറഞ്ഞു. ലോറ 20 വർഷമായി അവിടെ ജോലി ചെയ്തിരുന്നതുകൊണ്ട് ആരും അവളെ സംശയിച്ചിരുന്നില്ല. ഈ ഒരു സമയത്ത് ലോറ കാണുന്നത് രക്തദാഹിയായ ഒരു പിശാചിനെ പോലെ അടുക്കള മുഴുവൻ തല്ലിത്തകർക്കുന്ന ഒലിവറയാണ്. അവൻ ലോറയുടെ കൈ കടിച്ചു മുറിച്ചു. രക്ഷപ്പെട്ട ലോറ തൻ്റെ മുറിയിൽ കയറി വാതിലടച്ചു. അതേസമയം ആൻറ്റി വെൻഡിയെ നിർബന്ധിച്ച് ലോറയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. വിശപ്പടക്കാൻ സ്വന്തം മാംസം വരെ ഭക്ഷിക്കുന്ന ഒലിവറയെ ആകർഷിക്കാൻ ലോറ തൻ്റെ മുറിഞ്ഞ കൈയിലെ രക്തം കൊണ്ട് കണ്ണാടിയിൽ ഒരു വൃത്തം വരച്ചു. ആ തന്ത്രത്തിൽ വീണ ഒലിവറെ അവൾ ഷെഡിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ മകളുടെ മൃതദേഹം ഭക്ഷിക്കാനായി അനുവദിച്ചു. ഇതോടെ ആചാരത്തിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായി. ഈ ഒരു സമയത്താണ് വെൻഡിയും ആൻറ്റിയും ലോറയുടെ വീട്ടിലേക്ക് എത്തുന്നത്. ഇക്കാര്യം മനസ്സിലാക്കി ലോറ വീട് വേഗത്തിൽ വൃത്തിയാക്കാൻ ആരംഭിച്ചു. അവൾ പുതിയ വസ്ത്രം ധരിച്ചു. അവിടേക്കെത്തിയ വെൻഡി ലോറയുമായി സംസാരിക്കുമ്പോൾ ആൻറ്റി നേരെ ഷെഡിലേക്ക് ഓടി. അവിടെ കണ്ട കാഴ്ച നടുക്കിക്കളഞ്ഞു. ഒലിവർ കാത്തിയുടെ മൃതശരീരം ഭക്ഷിക്കുന്ന ഭീകരമായ കാഴ്ചയായിരുന്നു അത്. ഈ ഒരു സമയത്താണ് വെൻഡി ലോറയുടെ കയ്യിലെ മുറിവ് ശ്രദ്ധിക്കുന്നത്. അതോടെ ലോറ അവളെ പിടിച്ചു നിർത്തി തൻ്റെ മകളെ തിരിച്ചു കൊണ്ടുവരാൻ പൈപ്പറെ ബലി നൽകണമെന്ന് പറഞ്ഞു. ഭയന്നുപോയ വെൻഡി പുറത്തേക്ക് ഓടി. ആൻറ്റി അവൾക്ക് ഒലിവറെ കാണിച്ചു കൊടുത്തെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ലോറ അവരുടെ ദേഹത്തേക്ക് വാഹനം ഇടിച്ചു കയറ്റി. അങ്ങനെ വെൻഡി കൊല്ലപ്പെടുകയും ആൻറ്റിക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്തു. ക്രൂരയായ ലോറ ആൻറ്റിയെ മഴവെള്ളക്കെട്ടിൽ മുക്കി കൊലപ്പെടുത്തി. ശേഷം ലോറ പൈപ്പറെ തിരികെ വീട്ടിലേക്ക് എത്തിച്ചു. തൻ്റെ സഹോദരൻ വിളിക്കുന്നത് കേട്ട് ഓടിയെത്തിയ പൈപ്പർ തൊട്ടു നോക്കിയപ്പോഴാണ് അത് ആൻറ്റിയുടെ ശബ്ദം അനുകരിക്കുന്ന ഒലിവർ ആണെന്നുള്ള വസ്തുത മനസ്സിലായത്. ഭയന്നുപോയ അവൾ ബാത്റൂമിൽ കയറി വാതിലടച്ചു. അവിടെ തൻ്റെ സഹോദരൻ്റെ മൃതശരീരമുണ്ടെന്ന് മനസ്സിലാക്കിയവൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അവൾ പൊട്ടിക്കരഞ്ഞു. വാതിൽ തകർത്ത് അകത്തു കയറിയ ലോറ ഒലിവറിൻ്റെ ശരീരത്തിലുള്ള പിശാച് പൈപ്പറിൽ കാത്തിയുടെ ആത്മാവിനെ കയറ്റുമെന്നും പൈപ്പറിനെ കുളത്തിൽ മുക്കി കൊല്ലുമെന്നും വെളിപ്പെടുത്തി. ലോറയെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഭിത്തിയിൽ തലയടിച്ച് ബോധരഹിതയായ പൈപ്പറെ ലോറ കുളത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി. കാത്തി മരിച്ച അതേ സ്ഥലത്ത് വെച്ച് പൈപ്പറെ കൊല്ലാൻ ലോറ ഒരുങ്ങുകയായിരുന്നു. പൈപ്പർ അവസാനമായി അമ്മയെന്ന് വിളിച്ചു. ആ വിളി ലോറയുടെ ഹൃദയത്തിൽ തറച്ചു. തൻ്റെ മകളെ ഓർത്ത് അവൾ കരയാൻ തുടങ്ങി. ഈ ഒരു തക്കത്തിന് പൈപ്പർ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഒലിവരെ ചവിട്ടി വീഴ്ത്തിക്കൊണ്ട് അവൾ റോഡിലെത്തുകയും അവിടെയുള്ളവർ അവരെ രക്ഷിക്കുകയും ചെയ്തു. ഈ ഒരു സമയത്താണ് ഒലിവർ തൻ്റെ തന്നെ തിരോധാന പരസ്യം കാണാനിടയാവുന്നത്. ഇത് അവനിലെ മനുഷ്യത്വത്തെ ഉണർത്തി. അവൻ മനഃപൂർവ്വം ആ ഒരു വെളുത്ത വൃത്തത്തിന് പുറത്തേക്ക് വന്നു. അതോടെ അവൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന പിശാച് അവനെ വിട്ടുപോയി. പിന്നീട് മകളുടെ മൃതദേഹവും കെട്ടിപ്പിടിച്ച് കുളത്തിലിരുന്നു കരയുന്ന ലോറയെ പോലീസ് വളയുകയാണ്. ഈ ഒരു ഭീകരമായ രംഗം കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്.